നല്ല കറുമുറാന്നുള്ള ഉണക്കപ്പാവയ്ക്കയും മുളകും കൂടെ വറുത്ത് കോരിയതാണ് കേട്ടോ ഇത്. ചോറിന് നല്ല ടേസ്റ്റില്ല, നല്ല രസമല്ലേ കടിച്ച് കടിച്ച് തിന്നാനായിട്ട്. അപ്പോൾ ഇന്ന് സാമ്പാറാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യല്. അപ്പോൾ തക്കാളി, ക്യാരറ്റ്, വാഴയ്ക്ക, നിറയെ ചെറിയുള്ളി, പച്ചമുളക്, വാഴയ്ക്ക, വഴുതനങ്ങ, അങ്ങനെ പച്ചക്കറിക്കൂട്ടങ്ങളുടെ ഒരു കലവറ അരിഞ്ഞൂടെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കവനെ 2 വിസിലടിച്ച് അങ്ങനെ പരിപ്പ് ചേട്ടൻ വേകാനിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്താലോ. അപ്പം നമ്മുടെ പച്ചക്കറി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കുഞ്ഞുമണിയും കുത്തിരിച്ചോറ് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചോറ് വെന്ത് വരാറായി. ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ചോറ് റെഡിയാകുവാണ് കേട്ടോ. അങ്ങനെ ഒരടുപ്പിൽ സാമ്പാർ ചേട്ടനിരിക്കണു. ഇത് കുഞ്ഞുമണിയും കുത്തിരിച്ചോറ്. അപ്പോൾ വറക്കാനുള്ള മത്തിക്കുട്ടന്മാരെല്ലാം വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിയാലോ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി, അപ്പുക്കുട്ടൻ കിടന്ന് ഒച്ച വെച്ചിട്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് സൺഡേ അല്ലേ, ഇന്ന് അംഗനവാടിയൊന്നും ഇല്ലാത്ത കാരണം. അപ്പം നല്ല കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. കാരണം എന്താണെന്നറിയോ, നമ്മൾ പുറത്തേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ മത്തിക്ക് ഭയങ്കര മണമായിരിക്കും. നമ്മൾ ഈ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നതോട് കൂടിയിട്ട് അതിൻ്റെ മണമൊക്കെ പോകും, ഒരു മണം ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റ്, കോൺഫ്ലവർ മാവ്, പിന്നെ നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. മത്തി അങ്ങ് നന്നായി കൈകൊണ്ട് അങ്ങ് പിണഞ്ഞ് വെച്ച് കഴിയുമ്പോൾ അപ്പം നമുക്ക് ഇവനെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം നമുക്കിവനെ ഒന്ന് വെയിറ്റ് ചെയ്ത് വെക്കാവേ. മുളകും ആ വെളിച്ചെണ്ണ കുരുമുളക് പൊടിയൊക്കെ ഒന്ന് പിടിക്കണ്ടേ. അപ്പോൾ നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് ഇവനെ അങ്ങ് വറുത്ത് കോരിയ മത്തിക്കുട്ടന്മാർ നല്ല കറുമുറ് മാറാ നമുക്ക് കടിച്ച് തിന്നാം കേട്ടോ. അപ്പോൾ സാമ്പാറിന് വറുത്തരയ്ക്കാൻ പോവാണ് കേട്ടോ. എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയാലോ. തേങ്ങ ചിരണ്ടിയത്, ഉണക്കമല്ലി, ഉണക്കമുളക്, ഉലുവ, വെളുത്തുള്ളി, കടലപ്പരിപ്പ്, പരിപ്പ്, ജീരകം, കറിവേപ്പില, 5-6 ഉഴുന്ന് പരിപ്പ്. അപ്പോൾ ഇവനൊക്കെ ഒന്ന് നന്നായി വറുത്തെടുത്താലോ. കണ്ടോ, പൊതിച്ചോറുണ്ടാക്കലൊന്നും അത്ര നിസ്സാരമുള്ള കാര്യമല്ല. വീട്ടിൽ പെണ്ണുങ്ങൾ ഫുഡ് ഉണ്ടാക്കണമെന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവരുടെ മനസ്സും ശരീരവും ഒക്കെ കൊടുത്തിട്ടാണ് അവർ ആ ഫുഡിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. ആ മനസ്സിൻ്റെ സന്തോഷമാണ് ആ ഫുഡെന്ന് പറയാം, ആ ഫുഡിൻ്റെ ടേസ്റ്റ് എന്ന് പറയാം, ആ കൈപ്പുണ്യം. അപ്പോൾ നമുക്ക് ഇവരൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ പൊതിച്ചോറിനുള്ള നാടൻ കോഴിമുട്ട വറുത്തെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മുളകും മല്ലിയൊക്കെ വറുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കായം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കായം ചിരണ്ടി വെച്ചതാണ്. അപ്പോൾ അതും കൂടെ വറുത്ത് കഴിയുമ്പോൾ നല്ല മണം ഉണ്ടാവും. അങ്ങനെ നമ്മുടെ മുളകും മല്ലിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ആറി കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട്
നന്നായിട്ട് നിറച്ചെടുത്താൽ മതി കേട്ടോ. നമുക്ക് ആറി കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ട് വെക്കാം. ശരിക്കും പറഞ്ഞാൽ ഇവനൊരാൾ മതി നമുക്ക് ചോറിന്. അത്ര ടേസ്റ്റ് ആയിരിക്കും വറുത്തരച്ച സാമ്പാർ. കല്യാണക്കരയിൽ സാമ്പാർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വറുത്തരച്ച് വെക്കുള്ളൂ. അതാകുമ്പോൾ 2 ദിവസം ഉണ്ടാവുമല്ലോ, നല്ല ടേസ്റ്റും ഉണ്ടാവും. അടുത്ത മത്തി വറക്കാൻ പോവാണ് കേട്ടോ. മത്തി അങ്ങനെ മുളകൊക്കെ വരഞ്ഞ് കറിവേപ്പിലൊക്കെ ഇട്ട് 5-6 പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ അത് ഇത്തിരി മൂത്ത് കഴിയുമ്പോൾ ഇതാവുമ്പോൾ 2 പെരിഞ്ചീരകം ഉണ്ടല്ലോ, ഇതുണ്ടോ, ഇങ്ങനെ വെതറി കൊടുത്താൽ മത്തിക്ക് ഇരട്ടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. തോരൻ കൂണ് തോരനാണ്. അപ്പം എനിക്ക് പെരുംകൂണ് കിട്ടിയപ്പോൾ നിറയെ കൂണ് കിട്ടിയിട്ടുണ്ടായി. ഞാനത് നന്നായി കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കുരുമുളകും ജീരകവും പെരുംജീരകവും ഒക്കെ ഇട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വാട്ടി വലിയ ഒരു ടിന്നിനകത്താക്കി വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഉദ്ദേശം ഒരു 4 കിലോയോളം കൂണ് വരട്ടിയത് മാത്രമുണ്ട്. അപ്പോൾ ഒരു 10-25 പ്രാവശ്യമൊക്കെ നമുക്ക് അറിയിക്കാം. അപ്പം മത്തി റെഡിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ വറുത്തരച്ച് പുളിയൊക്കെ ചേർത്ത് നമ്മുടെ സാമ്പാർ ഇതുണ്ടോ അങ്ങനെ റെഡി ആയിക്കൊണ്ട് എന്തോരം മണമാണെന്നറിയോ, എന്താ രുചിയെന്നറിയോ. ഇനി നമുക്ക് ചപ്പാത്തിക്ക് ഇഡ്ഡലിക്ക് നാളത്തേക്കൊക്കെ വൈകുന്നേരം കഴിക്കാനൊക്കെ ഉള്ളതൊക്കെ കറി റെഡിയായിട്ടുണ്ടോ, വാഴയ്ക്കൊക്കെ. അങ്ങനെ നമ്മൾ നല്ല കുറുകുറാന്നിരിക്കണ സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇനി കടുക് വറുത്ത് ചേർത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ സാമ്പാറിൻ്റെ കടുക് വറയൊക്കെ കഴിഞ്ഞ് മല്ലിയിലയൊക്കെ ചേർത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് കൂണ് തോരനാണ് കേട്ടോ. പെരുംകൂണ് നന്നായിട്ട് ഇത്തിരി തേങ്ങയും പച്ചമുളകും ഒക്കെ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് മസാലകളൊക്കെ ചേർത്ത് നമ്മൾ കൂൺ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ തോരൻ കൂൺ തോരൻ. അങ്ങനെ നമ്മുടെ പൊതിച്ചോറിനുള്ള ഇലയൊക്കെ വാട്ടി എണ്ണയൊക്കെ തൂത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ല കുഞ്ഞു മണിയൻ കുത്തരിച്ചോറിട്ട് കൊടുക്കാം. അങ്ങനെ നല്ല കുഞ്ഞുമണിയൻ കുത്തരിച്ചോറിട്ട് കൊടുത്തു. അങ്ങനെ നല്ല നാടൻ കോഴിമുട്ട വറുത്തത് വെച്ച് കൊടുത്തു. നല്ല ചാളക്കുട്ടന്മാർ വറുത്തത് കറിവേപ്പിലൊക്കെ ഇട്ട് ചാള വറുത്തത് എത്ര ഉണ്ടെങ്കിലും തിന്നും, നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ കൊണ്ടാട്ടം മുളക് ഒരെണ്ണം, പിന്നെ നല്ല തക്കാളി ചമ്മന്തി. പിന്നെ എന്താണെന്നറിയോ, കൂണ് തോരനാണ് കേട്ടോ. എനിക്ക് കൂണ് കറിയേക്കാൾ ഇഷ്ടം കൂണ് തോരനാണ്. എന്തൊരു ടേസ്റ്റ് ആണെന്നറിയോ. അങ്ങനെ കൂണ് തോരൻ വെച്ച് കൊടുത്തു. ഇനി നമുക്കിന്ന് ഒഴിച്ചു കൂട്ടാൻ നല്ല വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ. നല്ല കുറുകുറാന്നിരിക്കുന്ന സാമ്പാർ. അങ്ങനെ നമ്മൾ സാമ്പാറും വെച്ച് കൊടുത്തു. അങ്ങനെ നമ്മുടെ കിടുക്കാച്ചി പൊതിച്ചോറ് ഇന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് ഒന്നും കൂടെ നോക്കിയാലോ. നാടൻ കോഴിമുട്ട വറുത്തതുണ്ട്, ചാളക്കുട്ടന്മാർ വറുത്തതുണ്ട്,
നല്ല വറുത്തരച്ച സാമ്പാറുണ്ട്, കൊണ്ടാട്ടം മുളകുണ്ട്, തക്കാളി ചമ്മന്തി ഉണ്ട്, നല്ല കൂണ് തോരനുണ്ട്. അങ്ങനെ നമ്മുടെ കിടുക്കാച്ചി പൊതിച്ചോറ് ഇന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ.